ആലപ്പുഴ ജിംഖാന, ഗെറ്റ്സ് ബേബി, പുണ്യാള തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് രാമചന്ദ്ര ബോസനൊക്കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയാണ് രാമചന്ദ്ര. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. 2023 രാമചന്ദ്ര റിലീസായത്. പിന്നീട് സിനിമയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം ലാസ്റ്റ് OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു പരാജയപ്പെട്ട സിനിമയാണ്. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയുടെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം തന്നെയാണ് നടികർ സിനിമയും വാങ്ങിച്ചിരിക്കുന്നത്. സോബിൻ ഷാഹിർ, അനൂപ് മേനോൻ, ടോവിനോ, ഭാവന തുടങ്ങി ഒരുപാട് പേരെ നടികർ സിനിമയിൽ അഭിനയിച്ചു. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. ഈ മാസമായിരിക്കും നടികർ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ സിനിമയ്ക്ക് ജയിക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ സിനിമ വാഷ് ഔട്ടായി. ഇപ്പോൾ അവസാനം ഡൊമിനിക്കിന്റെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് മാസം 28-നായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അസ്കർ, അന്ന റെജി, രായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DNA സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 28-നായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ മോശം അഭിപ്രായമാണ് കപ്പ് സിനിമ നേടിയെടുത്തത്. മാത്യു തോമസ് ആയിരുന്നു സിനിമയിൽ നായകൻ. ബേസിൽ, അനിക, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചു. എന്നിട്ട് സിനിമ പരാജയപ്പെട്ടു. ഒരു സ്പോർട്സ് റൊമാന്റിക്കൽ മൂവിയായിരുന്നു കപ്പ്. ഇപ്പോഴത്തെ സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ മാസം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മെയ് മാസം 30-നായിരിക്കും കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT എത്തിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ലാല്, അനൂപ് മേനോനാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കുറെയായി. ഇപ്പോഴും OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30-ന് മുന്നേ ചെക്ക്മേറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് കുറച്ചു മാസമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജനാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ത്രില്ലർ സിനിമയാണ് പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇപ്പോഴിതാ പുണ്യാള സിനിമയുടെ OTT ആമസോൺ പ്രൈം, മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മെയ് മാസം 30-ന് മുന്നേ പുണ്യാള സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് നല്ല കളക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തോളം ഗെറ്റ്സ് ബേബി തിയേറ്ററുകളിലോടി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ്സ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 15-ന് മുന്നേ മനോരമ മാക്സിൽ സർപ്രൈസ് ആയിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിൽ കാണാത്തവർ ഒരുപാട് പേര് ഗെറ്റ്സ് ബേബിയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിനാണ് സിനിമയിലെ നായകൻ. പക്ഷേ ലുക്മാൻ അടക്കം ഒരുപാട് യുവതാരങ്ങൾ ജിംഖാന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് നല്ല റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ തെലുങ്കിലും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആലപ്പുഴ ജിംഖാനയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 25-ന് ആമസോൺ പ്രൈമിൽ ജിംഖാന റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബോക്സിംഗിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭേദപ്പെട്ട അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഹണ്ട് സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം 23-നാണ് OTT റിലീസ്.
ഒരു കോളേജിലുണ്ടാകുന്ന കഥയാണ് ഹണ്ട് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഷാജി കൈലാസാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.